This is the story of two people who had absolutely no idea of what they were doing when they started a hike. അതെ, ഹൈക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്ത രണ്ടുപേര് സ്നോഡോണിൻ്റെ മുകളിൽ കയറിയ കഥയാണിത്. So welcome to a first little big journey. ബാഗെല്ലാം പാക്ക് ചെയ്ത് മെറ്റ് ഓഫീസിൻ്റെ വെതർ അനുസരിച്ച് സണ്ണിയുടെ പ്രതീക്ഷിച്ച് കോട്ടേജിൽ നിന്ന് പുറത്തോട്ടിറങ്ങുന്ന ഞങ്ങൾ കാണുന്നതാണിത്. കാറും റോഡും എല്ലാം സ്നോയിൽ കവർ ചെയ്ത് നിൽക്കുന്നു. കാറിൻ്റെ ടയർ വിൻ്റർ കണ്ടീഷൻ അല്ലാത്തതുകൊണ്ട് സ്കിഡ് ചെയ്യുമോ എന്നുള്ളൊരു പേടിയിലാണ് ഞാൻ വണ്ടി ഓടിച്ചത്. ലാൻഡ് ബെറസിലോട്ട് പോകുന്ന വഴിക്ക് മഞ്ഞുമൂടി നിൽക്കുന്ന മലകളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇന്നലത്തെ ഒറ്റ രാത്രിയിലത്തെ മഞ്ഞുവീഴ്ചയ്ക്ക് വന്ന മഞ്ഞാണിത്. വിന്റർ ടൈമിലൊക്കെ ഇവിടെ ഫുള്ളി കവേർഡ് ആയിരിക്കും. സ്നോഡോണിലേക്ക് ഹൈക്ക് ചെയ്യാൻ 6 മേജർ പാത്തുകളാണുള്ളത്. അതിൽ 2 പാത്ത് തുടങ്ങുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പെന്നി പാസ് കാർ പാർക്കിൽ നിന്നാണ്. നമ്മൾ ഹൈക്ക് ചെയ്യാൻ പോകുന്നത് വൺ ഓഫ് ദി ഈസിയസ്റ്റ് പാത്ത് എന്ന് പറയുന്ന ലാൻഡ് ബെറസ് പാത്തിലൂടെയാണ്. ലാൻഡ് ബെറസ് മൗണ്ടൻ റെയിൽവേയുടെ ഓപ്പോസിറ്റുള്ള ദ റോയൽ വിക്ടോറിയ കാർ പാർക്കിൽ കാർ പാർക്ക് ചെയ്തിട്ട് നമ്മളങ്ങ് നടന്നു തുടങ്ങി. 14 പൗണ്ടാണ് അവിടുത്തെ പാർക്കിംഗ് ഫീസ്. ഹൈക്കിന് പ്രിപ്പയർ ആകുന്നതിൻ്റെ തിരക്കിൽ നമുക്ക് കാർ പാർക്കിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. ആദ്യം നമ്മൾ പോകുന്നത് ലാൻഡ് ബെറസ് പാത്തിൻ്റെ ട്രെയിൽ ഹെഡിലേക്കാണ്. ഞങ്ങളങ്ങനെ കയറാൻ തുടങ്ങുകയാണ് ഗൈസ്. ഇതാണ് റേഞ്ചർ പാത്ത്, അപ്പുറത്തുനിന്ന് വരുന്നത്. ഇത് ലാൻഡ് ബെറസ് പാത്ത് ഇവിടെയാണ്. സ്നോയ അവിടെ ചെല്ലുന്നു. യെസ്. മെയിൻ ലാൻഡ് ബെറസ് പാത്തിൻ്റെ ട്രെയിൽ ഹെഡ് എത്തുന്നതിന് മുമ്പേ നമ്മൾ മടുപ്പിച്ചത് ഈ ടാർട്ട റോഡായിരുന്നു. ഈ റോഡ് നല്ല കുത്തനെയുള്ള കയറ്റമായിരുന്നു. ഈ റോഡ് കാരണം തുടക്കം തന്നെ ഒരു നല്ല മടുപ്പ് ഫീലായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ ലാൻഡ് ബെറസ് പാത്തിൻ്റെ ട്രെയിൽ ഹെഡിലെത്തി. എൻ്റെ ഒപ്പം എൻ്റെ മുകളിൽ വരെ കയറും എന്നെനിക്ക് വാക്ക് തന്നിരിക്കുകയാണ്. ഞങ്ങൾ പയ്യെ ആണേലും മുകളിലെത്തിയിരിക്കും 100%. So we started supposed to be one of the easiest tracks up Snowdon. The Land Bears one. It's not easy as they say. Let's see what happens as we go up. This is 2 stupid Malus doing a first time hike. Let's go. നടന്നു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒഴുകി വരുന്ന വെള്ളം ഐസായി നിൽക്കുന്നതുകൊണ്ട് ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ തോന്നിയായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് ഇവനാണ് കഥയിലെ മെയിൻ വില്ലനെന്ന്. നമ്മൾ ഫസ്റ്റ് ടൈം ഹൈക്കേഴ്സ് എന്ന് പറയുമ്പോഴും ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ വീഡിയോസ് കണ്ടും ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തും ഒരു ലേറ്റ് നവംബറിൽ എന്ത് എക്സ്പെക്റ്റ് ചെയ്യണം സ്നോഡോണിൽ നിന്ന് എന്നറിഞ്ഞ് തന്നെയാണ് നമ്മൾ മല കയറാൻ വന്നത്. പക്ഷേ ഈ ഉണ്ടായ വെതർ ചേഞ്ച് വളരെ സഡൻ ആയിരുന്നു. ഇത്രയും സ്നോ നമ്മളൊട്ടും എക്സ്പെക്റ്റ് ചെയ്തിരുന്നതല്ല. മൗണ്ടൻ പീക്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് സ്നോ ഉണ്ടാകുമെന്ന് നമ്മൾ ഈ വീഡിയോസിലെല്ലാം കണ്ടായിരുന്നു. പക്ഷേ ഇത്രയും താഴോട്ട് ഇറങ്ങിയും സ്നോ ഉണ്ടാകും എന്നുള്ളത് നമുക്കൊട്ടും എക്സ്പെക്റ്റ് ചെയ്തിരുന്ന കാര്യമല്ല. നമ്മളൊട്ടും അതിന് പ്രിപ്പയർഡ് അല്ലായിരുന്നു. എന്നാലും സ്നോയെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലോത്ത്സ് ലെയർ ചെയ്തു. തെർമലും ഫ്ലീസും ജമ്പറും അതിൻ്റെ മുകളിൽ വാട്ടർ പ്രൂഫ് ജാക്കറ്റും തെർമൽ ട്രൗസറും കാർഗോസും പിന്നെ അതിൻ്റെ പുറത്ത് വാട്ടർ പ്രൂഫ് ട്രൗസേഴ്സ് ആഡ് ചെയ്ത്
പിന്നെ കഴുത്തിലാണെങ്കിൽ ഒരു ഗെയ്റ്റർ ആഡ് ചെയ്തു, തലയിലൊരു തേർമൽ ബീനിയും കൂടെ വെച്ചു സെറ്റ് ചെയ്തു. നമുക്കുണ്ടായ ഒരു ഡ്രോബാക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ ഷോൾഡർ ബാഗ് എടുത്തിരുന്നുള്ളൂ. മുകളോട്ട് കയറുന്നതനുസരിച്ച് ചൂട് കൂടി വരുമ്പോൾ നമുക്ക് ലേയേഴ്സ് ഊരി ബാഗിൽ വെക്കാൻ പറ്റാണ്ടായി. കാരണം ഒരു പരിധി കൂടുതൽ ബാഗിന് വെയിറ്റ് ആയി കഴിഞ്ഞാൽ മുകളിലേക്ക് കയറാൻ പ്രാക്ടിക്കലി പോസിബിൾ അല്ലാണ്ടാവും. അടുത്ത ഫാക്ടർ നമ്മുടെ ഷൂ ആയിരുന്നു. നമ്മൾ രണ്ടുപേരും ഇട്ടിരുന്നത് ടിംബർലാൻഡിൻ്റെ അത്യാവശ്യം വെയിറ്റ് ഉള്ളൊരു ഷൂ ആയിരുന്നു. അത് കംഫർട്ട് വാക്കിങ്ങിന് നല്ല ഷൂ ആയിരുന്നെങ്കിലും ഈ ഹൈക്കിങ്ങിന് പറ്റിയൊരു ഷൂ അല്ലായിരുന്നു. ഹൈക്കിങ്ങിന് പ്രോപ്പർ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഹൈക്കിംഗ് ഷൂ തന്നെ വേണമെന്ന് കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴേ നമുക്ക് മനസ്സിലായി. സ്നോയിലോട്ട് കയറിയതിന് ശേഷം ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കാനും നല്ല എഫേർട്ട് വേണ്ടി വന്നു. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് സ്നോഡോൺ മൗണ്ടൻ റെയിൽവേയുടെ റെയിൽ ട്രാക്കാണ്. റെയിൽ സർവീസ് സീസൺ ടൈമിൽ മാത്രമേ ഉള്ളൂ. മാർച്ച് തൊട്ട് ഒക്ടോബർ വരെ സ്നോഡോൺ പീക്കിലേക്ക് എത്താനുള്ള ഏറ്റവും ഈസിയസ്റ്റ് വേ ആണ് ഈ സ്നോഡോൺ റെയിൽവേ. അല്ലാത്ത സമയത്ത് പീക്കിലേക്ക് നടന്നു പോവുക എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ നടന്ന് അത്യാവശ്യം തളർന്നൊരു സമയമായപ്പോഴത്തേക്കും റെയിൽവേ ട്രാക്കിൻ്റെ അടിയിൽ കുറച്ച് വിൻഡ് കുറഞ്ഞൊരു ഏരിയ കിട്ടി. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ചെറിയ സ്നാക്ക് ബ്രേക്ക് എടുക്കാമെന്ന് തീരുമാനിച്ചു. ഞങ്ങളവിടെ സൈഡിൽ ബാഗെല്ലാം വെച്ച് ഒരു പ്രോട്ടീൻ ബാറെല്ലാം പൊട്ടിച്ച് സ്നാക്ക് ബ്രേക്കിന് അങ്ങിരുന്നു. റെയിൽ ഫൈൻഡർ എടുത്ത് ബാക്കി ഡിസ്റ്റൻസ് നോക്കിയപ്പോൾ 1 മൈലേ ബാക്കിയുള്ളൂ. ആ ബാക്കിയുള്ള 1 മൈലാണ് ഈ ട്രിപ്പിൻ്റെ ഏറ്റവും ഹാർഡസ്റ്റ് പാർട്ടെന്ന് നമുക്കറിയത്തേയില്ല. ഈ ഒരു പോയിന്റിന് ശേഷം സ്നോയുടെ അളവ് നല്ലതുപോലെ കൂടിക്കൂടി വന്നു. പിന്നീട് അങ്ങോട്ട് കാണുന്ന കാഴ്ചകൾക്ക് ഒരു പ്രത്യേകതരം ഭംഗിയായിരുന്നു. ഈ കാണുന്ന ഈ തടാകവും ഈ താഴ്വരയുമാണ് ഇതുവരെ കണ്ട കാഴ്ചകൾ വെച്ച് ഏറ്റവും ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നിയത്. ആ കാണുന്നതാണ് സ്നോഡോൺ റേഞ്ചർ പാത്ത്. ഇനിയാണ് മുമ്പ് പറഞ്ഞ കഥയിലെ മെയിൻ വില്ലന്റെ മാസ് എൻട്രി. സൂര്യപ്രകാശത്തിൽ സ്നോ മെൽറ്റ് ചെയ്ത് വാട്ടറായി. ആ വാട്ടർ അവിടുത്തെ അത്രയും ലോ ടെമ്പറേച്ചറിൽ ഉടനെ തന്നെ ഐസായി നമുക്ക് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അവിടെ ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ അടുത്ത മെയിൻ ആളാണ് ഈ വിൻഡ്. വിൻഡ് സ്ട്രെങ്തിന്റെ ഒരു എക്സാമ്പിളാണ് നിങ്ങൾ ഈ സ്നോയിൽ കാണുന്ന റിപ്പിൾ എഫക്റ്റ്. സാധാരണ മരുഭൂമിയിലെ സാൻഡിലൊക്കെ കാണുന്ന റിപ്പിൾ എഫക്റ്റ് ആണ് വിൻഡ് സ്ട്രെങ്ത് കാരണം സ്നോയിൽ ക്രിയേറ്റ് ആയിരിക്കുന്നത്. That guys there is the highest peak in Wales. It's a peak. Oh, there. പീക്കിലെത്തിയതിനു ശേഷം വളരെ ശക്തമായ കാറ്റായിരുന്നു. മുകളിലെത്തിയ സന്തോഷത്തിനേക്കാൾ ഉപരി ഞങ്ങൾ രണ്ടുപേരുടെ മുഖത്ത് ആ കാറ്റ് കാരണം ഉണ്ടാകുന്ന പേടിയായിരുന്നു അവിടെ നിൽക്കുമ്പോൾ. സമ്മിറ്റിൽ തൊട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടുന്ന് കാറ്റ് കാരണം ഇറങ്ങാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ട് താഴെ നിന്നൊരാൾ എടുത്തു തന്ന വീഡിയോ കാണിക്കാം. അവസാനം ഞങ്ങളും ഞങ്ങളുടെ കൂടെയുള്ളവരും പിടിച്ചും ഇരുന്നും നിരങ്ങിയുമാണ് താഴെ ഇറങ്ങിയത്. Almost at the end of the hike.
couldn't take much videos because had to be very careful coming down. It was ice on the track and it was very slippery. But we made it. Tired but very happy. A few more miles, I think, 1.5 miles to go. 9.25 മൈലോളം നമ്മൾ നടന്നു. ഈ ഗ്രാഫ് കാണുമ്പോൾ മനസ്സിലാവും കയറുന്നതും ഇറങ്ങുന്നതും ഒരേപോലെ തന്നെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു എന്ന്. അങ്ങനെ ഫൈനലി നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്തോ അവിടെ തന്നെ നമ്മൾ തിരിച്ചെത്തി. ഒരു 7 മണിക്കൂർ 13 മിനിറ്റിന് ശേഷം നമ്മൾ നമ്മുടെ ഹൈക്ക് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഇതായിരുന്നു ലിറ്റിൽ ബിഗ് ജേർണിയുടെ ആദ്യത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. Thank you.